ഇനി നമുക്ക് വിനോദസഞ്ചാരി അബു താഹിർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീനഗറിലാണ് ഇപ്പോൾ അബു താഹിർ ഉള്ളത്. അബു താഹിർ, ഗുഡ് മോർണിംഗ്. അബു താഹിർ, വല്ലാത്ത നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് താങ്കളോട് ഞാൻ സംസാരിക്കുന്നത്. രാജ്യം നടുങ്ങിപ്പോയൊരു ഭീകരാക്രമണത്തിൻ്റെ ബാക്കി പത്രത്തിൽ 28 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ തന്നെ മതപരമായ ഡിവിഷൻ ഉണ്ടാക്കാൻ പോലുള്ള വൃത്തികെട്ട വഴി ഈ തീവ്രവാദികൾ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അബുവിന് അവിടെ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ശ്രീനഗറിൽ നിൽക്കുമ്പോൾ ഈ ഭീകരാക്രമണത്തിൻ്റെ പ്രതിഫലനങ്ങൾ അവിടെ എങ്ങനെ അനുഭവപ്പെടുന്നത്? ഭീകരാക്രമണത്തിന്റെ ഇതല്ല, നമുക്ക് മനസ്സിലാകെ പേടിയിലാണുള്ളത്. കാരണം ഞാൻ ആ സമയത്ത് കൃത്യം പൽഗാം തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ സംഭവം നടക്കുന്ന സമയത്ത്. അപ്പൊ അബു താഹിർ ഈ പഹൽഗാമിൽ നിന്നാണോ അങ്ങോട്ട് ശ്രീനഗറിലേക്ക് പോയത്? അതെ അതെ, ആണ് അവിടുന്ന് പൽഗാമിൽ തിരിച്ചു പോകുന്നത്. ഞാൻ തലേ ദിവസം അവിടെ ഒന്ന് സ്റ്റേ ഉണ്ടായിരുന്നു, പൽഗാമിലുണ്ടായിരുന്നു. ഈ ശരിക്കും യഥാർത്ഥത്തിൽ അബു താഹിർ, ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് താങ്കൾക്ക് എങ്ങനെയാ മനസ്സിലായത്? കാരണം ഈ പൽഗാം എന്ന് പറയുന്നത് സാറിന് അറിയാലോ, കാരണം അവിടെ ടൂറിസം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഹോട്ട് സൈറ്റുകളാണ്, ഒക്കെ ഹില്ലി ഏരിയാസ് ആണ്. അല്ല, ഞാൻ പറഞ്ഞത്, കാരണം ഇത് മനസ്സിലായ ഉടനെ തന്നെ CRPF അതുപോലുള്ള നമ്മുടെ സൈന്യവും അങ്ങോട്ട് പെഹൽഗാമിലേക്ക് നീങ്ങിയല്ലോ പെട്ടെന്ന് തന്നെ. കാരണം 28 പേരെ കൊല ചെയ്ത തീവ്രവാദ ആക്രമണമാണ് ഉണ്ടായത്. ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കം എത്ര ചടുലമായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അതന്നെ, നമ്മൾ അവിടെ ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഒന്നാകെ എല്ലാ പോലീസും ആർമീസും എല്ലാം കൂടി ഭയങ്കരമായിട്ട് ആംബുലൻസിൽ ഒന്നായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യുന്ന അവിടെ ഒന്നായിട്ട് ഉണ്ടായിരുന്നത്. മേലെ കൂടെ ഹെലികോപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്കിത് മനസ്സിലായി എന്തോ ഒരു കാര്യമായിട്ട് സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും. പിന്നെ അതുപോലെ എല്ലാ വാഹനങ്ങൾ തടയലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, അബു താഹിർ, യഥാർത്ഥത്തിൽ ഈ പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് മാറിയത് ഈ ഭീകരാക്രമണത്തിന്റെ നിഴലിലാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് പോയതാണോ ശ്രീനഗറിലേക്ക്? അല്ലല്ല, ഞാൻ അവിടെ ടൂറിസ്റ്റ് വേണ്ടി എൻജോയ് വേണ്ടി പോയ സമയമാണല്ലോ അവിടെ. അപ്പൊ ഞാനും ഏകദേശം ആ ടൈമിൽ അവിടെ ഒരു 3 മണി ടൈമിലാണല്ലോ ഈ സംഭവം ഉണ്ടായത്. അപ്പൊ ഈ വിഷയം ഉണ്ടെന്ന് അറിഞ്ഞതോടുകൂടി പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് പോരാ എന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് നമുക്ക് കിട്ടിയ മെസ്സേജും അതിനനുസരിച്ചാണ് പെട്ടെന്ന് നിങ്ങൾ ശ്രീനഗറിലോട്ട് പോകുന്നത് നമ്മൾ. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീനഗറിലെ ഒരു അന്തരീക്ഷം CRPFന്റെ സാന്നിധ്യമൊക്കെ കൂടിയിട്ടുണ്ടോ? അവിടെ സുരക്ഷാ കവറിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? അതെ അതെ അതെ, ഫുള്ളായിട്ട് കവർ ചെയ്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് മൊത്തം പോലീസും മൊത്തം ട്രാഫിക്കും മൊത്തം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് നമ്മള് അവിടുന്ന് പോരാന്നുള്ള ഉദ്ദേശം വേഗം തീരുമാനം എടുത്തത്. അപ്പോൾ അബു താഹിറിന്റെ ഐഡിയ എങ്ങനെ, പെട്ടെന്ന് കേരളത്തിലേക്ക് മടങ്ങുമോ അതോ അവിടെ കുറച്ച് ദിവസം ഉണ്ടാവുമോ? ശരിക്കും നമ്മൾ മടങ്ങേണ്ട 25-ാം തീയതിയാണ്. പക്ഷെ ഇപ്പൊ നാട്ടിൽ നിന്നും അവിടുന്ന് എല്ലാവരും വിളികളും കാര്യങ്ങളൊക്കെ നേതാക്കന്മാരും PK കുഞ്ഞൻ സാഹിബ് ഒക്കെ വിളിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോരണം എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ പോരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മറ്റേതെങ്കിലും മലയാളി സുഹൃത്തുക്കൾ അവിടെ പെട്ടുപോയിട്ടുണ്ടോ ഈ പഹൽഗാമിലോ പരിസര പ്രദേശങ്ങളിലോ? നമ്മൾ ആ സമയത്ത് ആ ഹോസ്റ്റലിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടവും പരിചയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെ നിന്നുള്ള അവരുടെ കോൺടാക്ട് നമ്പറുകളോ കാര്യങ്ങളോ നമ്മൾ അപ്പോൾ ആ സമയത്ത് വാങ്ങിയില്ലായിരുന്നു. ഇപ്പൊ അവരവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. എല്ലാവരും പോന്നിട്ടുണ്ടാവും. ഏകദേശം ആ വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ അധികം ആളുകളും തിരിച്ചു പോന്നിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു അബു താഹിർ. ഇപ്പോൾ നടൻ മുകേഷ് കൂടി നമുക്കൊപ്പം ശ്രീനഗറിൽ നിന്ന് ചേരുന്നു. മുകേഷ്, ഗുഡ് മോർണിംഗ്. മുകേഷ്, ശരിക്കും ശ്രീനഗറിൽ ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് പോയതാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയതാണോ? അല്ല, ഞങ്ങള് MLA-മാരുടെ ടൂറാണ്. ഈ കാശ്മീരിൽ ആദ്യം ഇന്നലെ കാശ്മീർ, ഇന്നും കാശ്മീർ, നാളെ പഞ്ചാബ്, മറ്റന്നാ ഷിംല, അങ്ങനെ 8 ദിവസത്തെ ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അപ്പം അത്ഭുതകരമായിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ മുതൽ നമ്മുടെ ഫ്ലൈറ്റിൽ മുഴുക്ക ശ്രീനഗറിലേക്കുള്ള മലയാളികളാണ്. എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ടും പല 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 ഗ്രൂപ്പായിട്ട് ഇവിടെ ടൂറിസ്റ്റ് ഇതായിട്ട് വരികയാണ്. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ കയറിയത്. അവിടെ നിന്ന് പിന്നെ കൂടുതലും മലയാളികൾ കയറി. ഇവിടെ റോഡിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങി അപ്പൊ തന്നെ ഇത് അറിഞ്ഞു. റെയിൽവേ എയർപോർട്ടിൽ ചെന്നപ്പോൾ തന്നെ ഇത് അറിഞ്ഞു. പക്ഷെ ഇത്രയും സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. നമ്മുടെ സെക്യൂരിറ്റി ഓഫീസറും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയപ്പോഴാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് MLA ഹോസ്റ്റലിൽ എത്തണമെന്ന് പറയുന്നു. പക്ഷെ റോഡിലൊക്കെ കൂടുതലും മലയാളികളാണ്. നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കലും അവരെല്ലാവരും ഇത് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് ഇതിന്റെ കാഠിന്യം, ഇത്രയും ആൾക്കാർ മരിച്ചെന്നും മലയാളി നമ്മൾ ആദ്യം തന്നെ അവിടെ ഓഫീസർ, ഇപ്പം ഞങ്ങളവിടെ APA മജീദ്, അദ്ദേഹമാണ് ചെയർമാൻ.
ആൻസലൻ MLA ഉണ്ട്, ടി സിദ്ദിഖ് MLA ഉണ്ട്. നമ്മൾ 4 MLA മാരും പിന്നെ കുറച്ച് പേരുടെ കുടുംബാംഗങ്ങളും ഓഫീസർമാരും നമ്മുടെ ഓഫീസർമാരും എല്ലാം കൂടെ 10-12 പേരുണ്ട്. അപ്പൊ നമ്മള് മലയാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ, മലയാളികൾ ഇൻജുവേർഡ് ആയോ എല്ലാം നമ്മളെ അറിയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 8:30-9 മണി വരെ അങ്ങനെ ഒന്നും ഇല്ല, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നാണ് നാട്ടിൽ നിന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇന്നിപ്പം എല്ലാവരും വെയിറ്റിംഗ് ആണ്, എന്താണ് അവര് ഓഫീസർമാർ ഐഡിയ എങ്ങനെ ഇനി അവിടെ തുടരുകയാണോ അതോ താങ്കളുടെ സംഘം കേരളത്തിലേക്ക് മടങ്ങി വരുമോ? എന്താ പരിപാടി? അല്ല, കേരളത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമില്ല. നാളെ നമുക്ക് പഞ്ചാബിലോട്ട് പോകുകയാണല്ലോ. പഞ്ചാബില് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ചണ്ഡീഗറിൽ പോവുകയാണ്. അപ്പം നാളെയാണ് ടിക്കറ്റ്. അപ്പൊ ഇന്നിവിടെ ചെറിയ രീതിയിൽ ചോദിച്ചാൽ ഒരു ഭയപ്പെടുന്ന അന്തരീക്ഷം ശ്രീനഗറിലുണ്ടോ മുകേഷ്? എങ്ങനെയാ ഇപ്പം അവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു? നമ്മള് വരുന്ന ആ റോഡിൽ മുഴുക്കെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. ഫുള്ളായിട്ട് വലിയ വലിയ ട്രക്കുകളിൽ പട്ടാളക്കാർ തോക്കും അതും ഇതും ഒക്കെ ആയിട്ട് റോഡിൽ മുഴുക്കെ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റിയാണ്, ഭയങ്കരമായ സെക്യൂരിറ്റിയാണ്. ഓക്കെ. അല്ല, ഇത് മുകേഷ് യഥാർത്ഥത്തിൽ ഈ പഹൽഗാമില് ഒരു ഭീകരാക്രമണം നടന്നു എന്ന് മുകേഷിന് മനസ്സിലായത് എപ്പോഴാണ്? കുറച്ച് താമസിച്ചോ? അല്ല, ഞങ്ങള് ആക്രമണം നടന്നു എന്നറിഞ്ഞു, പക്ഷെ ഇത്രയും കാഷ്വാലിറ്റിയും ഇത്രയും ആൾക്കാർ മരിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരാള് 2 പേരും കണ്ട പിന്നെ അറ്റാക്കില് ഇത് ചെയ്തെന്ന് മാത്രമേ അറിയായിരുന്നുള്ളൂ. പക്ഷെ ഒരു പകുതി വഴിയായപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴത്തേക്കും ഈ ഇത്രയും സെക്യൂരിറ്റി, അപ്പൊ നമ്മൾ വിചാരിക്കും കാശ്മീരിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നാണ് അറിയുന്നത് അമിത്ഷാ വരുന്നുണ്ടെന്ന്. അപ്പം അതിന്റെ സെക്യൂരിറ്റി ആയിരിക്കും. പക്ഷെ ഒരു ഏകദേശം അമല്യാവാസിൽ എത്താറാകുമ്പോഴാണ് ഇത്രയും പേര് മരിച്ചു എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അല്ല, നിങ്ങൾ യാത്രക്കിടയിൽ ഈ പഹൽഗാം ടച്ച് ചെയ്തിരുന്നോ? അവിടെ പോയിരുന്നോ? ഇല്ല. അതിൽ നിന്ന് എത്ര ദൂരെ വരെ പോയി നിങ്ങൾ? അല്ല, നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നത് വേറൊരു വഴിക്കായിരിക്കണം. ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഒരു വലിയ ദൂരമൊന്നും ഇല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യാൻ ഇരുന്നതാണ് ഒരു പക്ഷേ നാളെ, അല്ല ഇന്ന്. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയോ മുകേഷ്? ഒന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ടേക്ക് കെയർ. എന്തായാലും മുകേഷ്, വേഗം നിങ്ങൾ കേരളത്തിലേക്ക് മടങ്ങി വരിക. താങ്ക് യു. നമ്മുടെ നടൻ മുകേഷാണ് ശ്രീനഗറിലുണ്ടായിരുന്നത്. MLA മാരുടെ സംഘം നടന്ന വിനോദസഞ്ചാരത്തിൻ്റെ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനഗറിൽ മുകേഷ് എത്തിയത്. വയനാട്ടിലെ MLA ടി സിദ്ദിഖും അവരോടൊപ്പം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. KPI മജീദും ഈ സംഘത്തിലുണ്ടെന്ന് അറിയുന്നത്. അതുപോലെ